ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കളിയാട്ടം കാപ്പൊലിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയാലോ. കളിയാട്ടമുക്കിലാണെങ്കിലും കാപ്പൊലിക്കൽ ചടങ്ങ് നടക്കുന്നത് പാറക്കാവ് ഈ ഒരു ചാത്തൻകളരി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഒരു കാരണവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. മൂപ്പര് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ 3 തറവാട്ടുകാരാ. പാല് ആദ്യം മുന്നിൽ ഞാനാ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് മൂപ്പരാണ് താഴോട്ട് പോയിട്ടോ. ഈ വഴിയിലൂടെ അങ്ങ് താഴേക്ക് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു കാവുണ്ട് കേട്ടോ, ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് കാപ്പൊലിക്കൽ ചടങ്ങൊക്കെ നടക്കുന്നത് കേട്ടോ. അവിടെ അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ. പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇത്രയും ആൾക്കാർ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട ചടങ്ങ് ചെയ്യണ ആൾ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മൂപ്പര് വന്നു. എല്ലാവരും നല്ല ഭക്തിയോടുകൂടെ വഴിയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. പിന്നെ കയ്യിലുള്ള എന്താണ് അവിടുത്തെ ചടങ്ങ് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് കാണിക്കണേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും വർഷം കളിയാട്ടമുക്കാണ് എൻ്റെ സ്വന്തം സ്ഥലം. കളിയാട്ടമുക്ക് കാവിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളെ വീട്. കാവിൻ്റെ അവിടുന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഇത്രയും വർഷത്തിൻ്റെ അടുക്ക് 10-24 കളിയാട്ടപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാകും. ഇന്ന് വരെ ഈ ഒരു ചടങ്ങ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഒരുവിധം ആരും കണ്ടിട്ടുണ്ടാവില്ല, അതായത് മറ്റുള്ള കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കളിയാട്ടം കാപ്പൊലിച്ചു എന്ന് കേൾക്കാന്നല്ലാണ്ട് അതെന്താണ് സംഭവം, എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ചടങ്ങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആകാംക്ഷയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതെ, ഓരോ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ മതത്തിനെയും റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. ഏത് മതമായാലും ജാതിയായാലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും. അതിനൊരിക്കലും കുറ്റം പറയാനോ തള്ളി പറയാനോ വിമർശിക്കാനോ ഒന്നും പാടില്ല. എല്ലാ മതവും പഠിപ്പിക്കുന്നത് സാഹോദര്യവും സമത്വം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഇപ്രാവശ്യം കാപ്പൊലിക്കണ ആ ചടങ്ങ് കാണണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത്രയും കാലം ആ നാട്ടിൽ ജീവിച്ചിട്ട് ആ ചടങ്ങൊന്നും കണ്ടില്ല അറിയുമ്പോൾ ഒരു മോശം. അപ്പം എന്തായാലും ഭയങ്കര ഭക്തിയോട് കൂടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ആൾക്കാരൊക്കെ ചെയ്യണത്. അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ചെയ്യണത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ മാത്രം കണ്ട് ശീലിച്ച ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇവരവിടെ ചെയ്യണത്. ഈ കളിയാട്ടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര പ്രൗഡാണ് കേട്ടോ ഞാൻ. കളിയാട്ടം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ക്ഷേത്രോത്സവം മാത്രമല്ല, ഇതൊരു നാടിൻ്റെ തന്നെ ഭയങ്കര വലിയൊരു ഉത്സവമാണ്. അതിൻ്റെ ചരിത്രം കറക്റ്റ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സാക്റ്റ് ചരിത്രമൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ കാര്യം നമ്മൾ കേട്ടെടുത്തോളം നമ്മൾ അറിഞ്ഞ അറിവ് വെച്ചിട്ട് മതേതരത്വം സാഹോദര്യം ഒക്കെ പ്രോത്സാഹിപ്പിക്കണ ഒരു നാടിൻ്റെ തന്നെ വലിയൊരു ഉത്സവമാണ് കേട്ടോ നമ്മുടെ ഈ കളിയാട്ടം എന്ന് പറഞ്ഞാൽ. ഭയങ്കര വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്. ഇന്നാണ് ഇപ്പോൾ ഇവിടെ കാപ്പൊലിക്കൽ നടന്നത്. ഈ മാസം അവസാനത്തെ വെള്ളിയാഴ്ച, അതായത് 30-ാം തീയതിയാണ് കോഴിക്കളിയാട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ ഫെസ്റ്റിവൽ ഡേ. അന്ന് നാനാ ദേശത്തു നിന്നും ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നും വണ്ടിയിലായിട്ടും കാൽനടയായിട്ടൊക്കെ പോയി കുതിരകളെ കൊണ്ടുവരും കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കെങ്കിലൊക്കെ തോന്നിട്ടോ ഇത്ര അടുത്ത് നിന്നൊക്കെ കാവത്ത് ചടങ്ങുകളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാകും. ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പോയിട്ട് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാടാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഈ ചടങ്ങ് ചെയ്യുന്നത് 3 കുടുംബക്കാരെ കൂടിയിട്ടാണ് നേരത്തെ കണ്ട അച്ഛൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കാവിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളിനെ നമ്മൾ ഇന്നലെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാപ്പൊലിക്കണ ചടങ്ങ് കാണാമെന്നാൽ അത് വീഡിയോ എടുക്കാനൊക്കെ പെർമിഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞു ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വന്നിട്ട് വീഡിയോ എടുത്തോ. ഇന്ന് നമ്മൾ പോയപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മാറി നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. അവർ പറഞ്ഞു മോളെ കുറച്ചുകൂടി മുന്നോട്ട് മാറി നിന്ന് വീഡിയോ എടുത്തോ, എന്നാലും അത് വൃത്തിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വഴി ഒരുക്കിയിട്ട് വീഡിയോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാടിനെ മതസൗഹാർദ്ദത്തിൻ്റെ നാട് എന്ന് തന്നെ പറയണത്. ഈ കളിയാട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ മതമൈത്രിയുടെ ആഘോഷം എന്നാണ്. നാനാജാതിപ്പെട്ട ആൾക്കാരും ഇവിടെ കളിയാട്ടത്തിൻ്റെ അന്ന് കോഴിക്കളിയാട്ടത്തിൻ്റെ അന്ന് വരാറും പങ്കെടുക്കാറും ഒക്കെ ഉണ്ട്.
സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് കളിയാട്ടം വരാമെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പെരുന്നാൾ പോരാണ് കേട്ടോ. കാരണം പെരുന്നാളിന് നമ്മൾ എന്താക്കും, നമ്മൾ വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും, നമ്മളെ ഫാമിലീസ് ഫ്രണ്ട്സ് കസിൻസൊക്കെ വരും, എല്ലാവർക്കും വേണ്ടി നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും, എല്ലാവരും കൂടെ കഴിക്കും. പക്ഷേ കളിയാട്ടത്തിന് ആ സെയിം ഫീലാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലൊക്കെ തറവാട്ടിൽ ബിരിയാണി വെക്കും, നമ്മളെ ഉപ്പാൻ്റെ ഫാമിലി ഉമ്മാൻ്റെ ഫാമിലിപ്പെട്ട ഒരുപാട് ആൾക്കാർ വരും കളിയാട്ടം കാണാനും സാധനങ്ങൾ മേടിക്കാനും, വിത്ത് വളങ്ങൾ കാര്യങ്ങൾ ഫാൻസി സാധനങ്ങൾ വള മാല കമ്മൽ പിന്നെന്തൊക്കെയാ ചെടികൾ. ഞാനൊക്കെ മെയിൻ ചെടി ഫോക്കസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. കളിയാട്ടമായാലും ചെടി കച്ചവടക്കാർ വന്ന് ഇറങ്ങിയാൽ ഞാൻ ആ ഏരിയ വിട്ട് പോവൽ വളരെ കുറവാണ്. വാങ്ങാൻ പറ്റണൊക്കെ വാങ്ങും, പിന്നെ ആദ്യം ഒന്ന് പോയി നോക്കും. പക്ഷെ അവസാനം അവർ പോവാൻ സമയത്താട്ടോ ചെടികളൊക്കെ വാങ്ങുള്ളൂ. അവസാനം ആകുമ്പോൾ കുറച്ച് വില കുറയുമെന്നുള്ളൊരു വിശ്വാസം. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഫീലിംഗാണ്. കളിയാട്ടം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരു ഫീലിംഗൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മെയ് മാസം ആവാനാകുമ്പോഴത്തേക്ക് മുട്ടിച്ചിറ തലപ്പാറ ഭാഗത്ത് കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ കച്ചവടക്കാർ വന്നോ, വളക്കച്ചവടക്കാർ വന്നോ, അല്ലെങ്കിൽ മറ്റുള്ള കച്ചവടക്കാർ വന്നോ, എന്തായി ഏതായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. ഇത്ര അടുത്ത് നിന്നൊക്കെ ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അവിടെ കൂടി നിന്നിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അച്ഛന്മാർ, ഏട്ടന്മാർ, അനിയന്മാർ, അമ്മമാർ, ചേച്ചിമാർ, പിന്നെ നമ്മളെ കൂടെ സീനിയേഴ്സായിട്ട് പഠിച്ച കുറേ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്, വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുന്നോട്ട് നിന്നിട്ട് എടുത്തോ നല്ല ശരിക്കും കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇത്ര അടുത്തുനിന്ന് ഈ ചടങ്ങുകൾ എല്ലാം മുഖ്യ അയച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. ചടങ്ങുകൾ ഇത് ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അവർ അവരുടേതായിട്ടുള്ള ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഴിയണില്ല. കാരണം അതിന് ഓരോന്നിനൊക്കെ എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റ് നമുക്ക് അറിയാത്തതിനെ കൊണ്ട് ഓരോ അവിടെയുള്ള ഓരോ വസ്തുക്കളൊക്കെ നമ്മൾ എടുത്ത് പറയുമ്പോൾ അത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. ജസ്റ്റ് വീഡിയോസ് കളിയാട്ടം കാപ്പൊലിക്കണ എങ്ങനെയാണെന്നും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇന്ന് വരെ നേരിട്ട് കാണാത്ത ദൂരദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും അടുത്ത് നിന്നിട്ടാണ് നമ്മളിതിൻ്റെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യണത്. നമ്മൾ അമ്പലത്തിൻ്റെ ആ ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് കടന്നിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൂടെയുള്ള ആൾക്കാർ, അവിടെ കൂടി നിന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരയിൽ ഒരു ചുവന്ന പട്ടൊക്കെ ചുറ്റിയിട്ട് എന്താ ചെയ്യാൻ പോണ വാളെടുത്തിട്ട് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. നമുക്കത് കണ്ടു നോക്കാം കേട്ടോ, എന്താണ് ചെയ്യാൻ പോണെന്ന്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ വെടിക്കെട്ട് തുടങ്ങിയിട്ടാ. ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും അടുത്ത് നിന്നിട്ട് ഈ വെടിക്കെട്ടൊക്കെ കാണാന്നുള്ളത്. കാരണം മറ്റുള്ള സ്ഥലത്തൊന്നും പോയിട്ട് ടി വിയിലും മൊബൈലിൽ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇത്ര അടുത്ത് നിന്ന് വെടിക്കെട്ടും ഇതുപോലുള്ള ചടങ്ങുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഇത്ര അധികം ആൾക്കാർ അവിടെ ഉണ്ടാകുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു കാപ്പൊലിക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചടങ്ങാണ്, അപ്പോൾ അതിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണ പൂജാരിമാരും കുറച്ച് ആൾക്കാരുണ്ടാവും, ചെറിയൊരു ചെണ്ടകൊട്ട് പരിപാടി അങ്ങനെയാണല്ലോ നമ്മളെ കലാട്ടത്തിൽ
എല്ലാത്തിലും പൊതുവെ ചെണ്ട കുട്ടിപ്പാട് അങ്ങനത്തെ ഒക്കെ ഒരു കഥകളാണല്ലോ. അപ്പോൾ അത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഇത്രയും അധികം ക്രൗഡ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മൊത്തത്തിൽ റൗണ്ട് ആക്കിയിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.